ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വീണ്ടും അനഘയെ തല്ലാനായി അർച്ചന കൈ ഉയർത്തുമ്പോൾ അർച്ചനയെ തടഞ്ഞു നിർത്തുകയാണ് അവന്തിക. അതെ, നീ ഒരു വട്ടം ഇവളെ തല്ലിയപ്പോൾ ഞാൻ നോക്കി നിന്നു. അതിന്റെ കാരണം ഇവള് ചെയ്തത് തെറ്റാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇനി തല്ലിയാലേ ഞാൻ വെറുതെ ഇരിക്കില്ല. നിന്റെ അനിയത്തി മുകളിലുണ്ടല്ലോ, ഞാൻ ചെന്ന് അവളെയും തല്ലും. ഗർഭിണിയായ അവൾക്ക് ആ അടിയൊന്നും താങ്ങാനേ സാധിക്കില്ല. പിന്നെ എന്നെ ഭീഷണിപ്പെടുത്താനായി നിന്റെ കയ്യിലെ ഇനിയൊന്നുമില്ല. നീ ഇപ്പോ ഒരു വട്ടപൂജ്യം മാത്രമാണ്. ഇത് കേൾക്കുന്ന അർച്ചന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘയും. സന്തോഷത്തോടെ അവന്തികയും നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയാണ്. സന്ദീപ് ആതിരയോട് പറയുകയാണ്, ഇനി വേണം നമ്മൾ ജീവിച്ചു തുടങ്ങാൻ. അതെ, ഇനി നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയായിരിക്കണമെന്ന് ആതിരയും പറയുന്നു. ശരിക്കും ഇതൊരു വല്ലാത്ത ഫീല് തന്നെയാണല്ലേ. എത്ര നാള് നമ്മളിങ്ങനെ കാത്തിരിക്കണം എന്നൊക്കെ സന്ദീപ് സന്തോഷത്തോടെ ആതിരയോട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇരട്ടക്കുട്ടികളായിരിക്കുമെന്നാ എന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര ചോദിക്കുകയാണ്, അതെങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് തോന്നി. എന്നോട് സന്ദീപിന് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഇനിയും ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. പിന്നെ സന്ദീപേ, എനിക്കൊരു സംശയം, നീ കുറച്ച് ഓവറല്ലേ? അതെ, ഞാൻ അല്പം ഓവർ തന്നെയാ. ഒരു അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ ഓവറായതാണെന്നേ കുഞ്ഞിന്റെ അമ്മ അങ്ങ് കരുതിയാ മതി. ശരി അച്ഛാ എന്ന് ആതിര പറയുന്നു. അതെ, കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അമ്മയോട് ഈ ഇഷ്ടമൊക്കെ ഉണ്ടാകണം. ആദ്യം കണ്ടതും സ്നേഹിച്ചതുമൊക്കെ അമ്മയാണല്ലോ. അതുകൊണ്ട് അമ്മ കഴിഞ്ഞേ കുഞ്ഞിനോട് സ്നേഹം കാണുമെന്ന് സന്ദീപ് പറയുന്നു. അതേസമയം ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. തുടർന്ന് അനഘ പറയുകയാണ്, 10 മാസം പോയിട്ട് 1 മാസം തികച്ച് ഗർഭിണിയായിരിക്കാൻ നിനക്ക് സാധിക്കില്ല. നിന്നെയും അതിനെയും ഞാൻ കൊന്നിരിക്കും. ആദ്യം നിന്റെ വയറ്റിലുള്ളതിനെ, അതിനുശേഷം നിന്റെ കുഞ്ഞിനെയും ഞാൻ കൊല്ലുമെന്ന് അനഘ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ ഹരിയോട് പറയുകയാണ്, ഇത്രയും നാളും എൻ്റെ ഉള്ളില് പകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം പോകുന്നത് പോലെയുണ്ട്. എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെയുണ്ട്. മുൻപെങ്ങോ ചെയ്ത നന്മയുടെ ഫലമായിട്ടാ അവിടുന്ന് രക്ഷപ്പെട്ടതെന്നാ ഞാൻ കരുതിയത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അതും ഇതുമെല്ലാം ഒരേപോലെയാണെന്ന്. കയ്യിലും കാലിലും ബന്ധനങ്ങളില്ലെന്നേ ഉള്ളൂ. പക്ഷേ രണ്ട് സ്ഥലവും ഒന്ന് തന്നെയാ. നന്ദൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്. തന്നെ ആരും ഇവിടെ അടച്ചിട്ടിരിക്കുകയല്ല. ഈ കഥകിങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് തന്നെ നന്ദന് വേണ്ടിയിട്ടാണ്. നന്ദന്റെ ശത്രുക്കൾ നന്ദൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഏത് സമയവും തന്നെ കൊല്ലാനായി അവരിവിടേക്ക് എത്താം. ഇത് ഞാൻ പറഞ്ഞതല്ല, മുൻപെങ്ങോ താൻ തന്നെ പറഞ്ഞതാ. പിന്നെ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നന്ദൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അയാൾ പറയുകയാണ്, നന്ദന്റെ മനസ്സിലിപ്പോ എന്താണെന്നൊക്കെ എനിക്കറിയാം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നല്ലേ പഴമക്കാര് പറയുന്നത്. ശത്രുക്കളോടുള്ള വാശിയാണെങ്കിലും നന്ദൻ വേഗത കാണിച്ചാലേ ചെന്ന് വീഴാൻ പോകുന്നത് പടുകുഴിയിലേക്കായിരിക്കും. സാർ, പക്ഷേ എത്രയെന്ന് കരുതിയാ ഞാൻ കാത്തിരിക്കുന്നത്? ഞാൻ അവിടെ ചെല്ലാൻ വൈകുന്തോറും എൻ്റെ അച്ഛനോ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചെന്ന് വരാം. സാർ, അന്ന് ഞാൻ പശ്ചാത്തപിക്കേണ്ടി വരും ഇന്ന് ഈ സമയം കളഞ്ഞതിന്. നന്ദ, ഇവിടെ കൈക്കരുത്തിന് പകരം ഉപയോഗിക്കേണ്ടത് കൗശലക്കാരന്റെ ബുദ്ധിയാണ്. ഞാൻ എന്താണെങ്കിലും അവിടുത്തെ അവസ്ഥയെപ്പറ്റി ഒന്നുകൂടി ഒന്ന് തിരക്കട്ടെ. എല്ലാ കാര്യങ്ങളും അനുകൂലമാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതുവരെ മറ്റൊന്നും ആലോചിക്കാതെ നന്ദൻ ഇവിടെ കഴിയാൻ നോക്ക്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സേതുമാധവന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന ഫയൽ തുറന്ന് നോക്കാൻ തുടങ്ങുമ്പോഴേക്കും സേതുമാധവൻ ദേഷ്യത്തോടെ അവന്തികയെ വിളിക്കുന്നു. തുടർന്ന് എന്താ അച്ഛ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക വരുമ്പോ സേതുമാധവൻ പറയുകയാണ്, അതെ, ഓഫീസിലെ കുറെ ഫയലുകൾ നോക്കാനുണ്ട്. നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ മാത്രം സഹായിച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ നോക്കി വെരിഫൈ ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സേതുമാധവൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. തുടർന്ന് അവന്തിക അർച്ചനയോട് പറയുകയാണ്, നിന്റെ കണക്കുകൂട്ടലുകൾ തന്നെ തെറ്റാണ്. ആദ്യം നീ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ നോക്ക്. എഴുന്നേറ്റ് പോടിയെന്ന് അവന്തിക പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് അർച്ചന. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവന്തിക അർച്ചനയെ നോക്കുന്നു. തുടർന്ന് മുറിയിലേക്ക് ചെല്ലുന്ന അർച്ചന സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്താടോ, എന്തു പറ്റി? തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അത് സച്ചിയേട്ടാ, അച്ഛൻ വല്ലാണ്ട് മാറിപ്പോയി. അച്ഛന് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ലെന്നും പറഞ്ഞ് അർച്ചന കരയുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം സച്ചിയോട് പറഞ്ഞിട്ട് അർച്ചന പറയുകയാണ്, ഇനി സച്ചിയേട്ടൻ ചോദിക്കാനൊന്നും പോകണ്ട. എല്ലാം വരുന്ന പോലെ വരട്ടെ. എന്താണെങ്കിലും ഉടൻ തന്നെ എല്ലാത്തിനും അവസാനമുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് അനഘയാണ്. അനഘ കിച്ചണിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അമ്പിളി, എനിക്കൊരു ജ്യൂസ് വേണം. അപ്പോഴാണ് അവിടെ പപ്പായ ഇരിക്കുന്നത് അനഘ കാണുന്നത്. അതെ അമ്പിളി, എനിക്ക് പപ്പായ ജ്യൂസ് മതിയെന്ന് അനഘ പറയുന്നു. അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് അനഘ മുറിയിലേക്ക് പോകുന്നു. അതേസമയം അമ്പിളി അവിടെ പപ്പായ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അമ്പിളി ജ്യൂസ് കൊണ്ട് അനഘയ്ക്ക് കൊടുക്കുകയാണ്.
അമ്പിളി പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം എന്തൊക്കെയോ ഗുളികകൾ അതിൻ്റെ ഉള്ളിലേക്ക് അനഘ പൊടിച്ചിടുന്നു. അതിനുശേഷം അത് നന്നായി ഇളക്കി ആ ജ്യൂസിലേക്ക് നോക്കി നിൽക്കുകയാണ് അനഘ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.